എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഭിത്തി അലമാരകൾ, അതുപോലെ ഷെൽഫുകൾ, പിന്നെ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എക്സ്ട്രാ ടേബിൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുവരെ നമ്മൾ ക്ലീൻ ചെയ്യാത്ത വസ്തുക്കൾ നമ്മളുടെ ഡൈനിങ് റൂമിൽ, ബെഡ്റൂമിൽ, അതുപോലെ ഡ്രോയിങ് റൂമിൽ, ഈ 3 സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാൾ ഷെൽഫാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലധികം സ്റ്റോറേജ് സ്പേസ് ഇല്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് ബോക്സിലും അതുപോലെ തെർമോക്കോളിലെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ വെറുതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഷെൽഫുകൾ 2 എണ്ണമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. മുകളിലത്തെ ഷെൽഫ് ഞാനൊന്നും ചെയ്യുന്നില്ല, അത് ഈ അടുത്ത് ഒന്ന് റീഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പൊടിയൊന്ന് തട്ടി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്കതിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഏതാണെന്ന് വേർതിരിക്കാം. എന്നിട്ട് വേണം തിരിച്ച് പൊടി തട്ടി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഷെൽഫിനുള്ളിലുള്ള ബുക്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റാണ്. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. അപ്പം ഞാൻ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. സാധാരണ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് ഞാൻ തുടച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൈക്രോ ഫൈബറിൻ്റെ ഡസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളയാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് മുകളിലത്തെ ഷെൽഫ്. അപ്പോൾ 2 ഷെൽഫുകളാണുള്ളത്. അതിന് തൊട്ട് മുകളിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ആ ഭാഗത്ത് കുറച്ച് ആവശ്യമില്ലാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നന്നായിട്ട് ഡിക്ലട്ടറിങ് കൂടി ആവശ്യമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഞാനിതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ആദ്യം തന്നെ എടുത്ത് മാറ്റി എന്നിട്ട് ഇതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഷെൽഫുകൾ 2ഉം കാലിയാക്കിയിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി ഇനി നമ്മളൊരു സ്പ്രേ ഇതിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ പുൽത്തൈലവും വെള്ളവും കൂടിയുള്ള മിക്സാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. മാത്രമല്ല പ്രാണികളൊക്കെ വരാതിരിക്കാനുള്ള ചാൻസും കൂടും. അപ്പോൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് പൊടി തുടച്ചു കൊടുത്തു. അതിനുശേഷം സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇതുപോലത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ആ ഷെൽഫിലായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിരിച്ചു കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് അഴുക്കൊന്നും ആവില്ല. പിന്നെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാനും സാധിക്കും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഷീറ്റുകൾ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു പഴയ ടേബിൾ കവറാണ്. അപ്പോൾ ആ ടേബിൾ കവർ ഞാൻ മുറിച്ച് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഷെൽഫ് ലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് വിരിച്ചു കൊടുക്കുകയാണെങ്കിലും മതി. അപ്പോൾ നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലെ പൊടിയൊക്കെ എളുപ്പത്തിൽ പോവും. ന്യൂസ് പേപ്പർ നമ്മൾ വിരിക്കുവാണെങ്കിൽ പ്രാണികൾ അതിൻ്റെ ഇടയിൽ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷെൽഫ് ലൈനേഴ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളോ വിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം വിരിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഷെൽഫിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വീട്ടിൽ വാച്ചുകൾ വെക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് വേർതിരിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തിരിച്ചെടുത്ത് വെക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതായിട്ട് കുറേ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ചെന്ന് നോക്കുക. അതൊക്കെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നോക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് തരം തിരിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒട്ടും മടിക്കാതെ തന്നെ എടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമുള്ളതൊക്കെ നമുക്ക് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പം നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഓരോ ഏരിയകളുണ്ടാവും. ബെഡ്റൂമിലും ഡൈനിങ് റൂമിലും അതുപോലെ ഡ്രോയിങ് റൂമിലൊക്കെ ചിലപ്പോൾ പല സാധനങ്ങളും ഉണ്ടാവും. ചിലരുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ, ഡ്രസ്സിങ് റൂം, ഡ്രസ്സിങ് ടേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫർണിച്ചറിൻ്റെ ക്ലീനിങ് നമ്മുടെ കഴിഞ്ഞു. അതുപോലെ ഡോറ്, ജനൽ, മാറാല തട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈനിങ് റൂമിലും ഡ്രോയിങ് റൂമിലും ബെഡ്റൂമിലും ഉള്ള എക്സ്ട്രാ സാധനങ്ങളാണ് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബോക്സ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ കുറേ വാച്ചിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതിലൊക്കെ വാച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരിച്ചെടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് തയ്യൽ മെഷീനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സമയം കണ്ടെത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നമ്മുടെ ബെഡ്റൂമിലെയും ഡൈനിങ് റൂമിലെയും അതുപോലെ ഹാളിലെയും ഒക്കെ എക്സ്ട്രാ സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തി അതൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് തയ്യൽ മെഷീൻ, അതുപോലെ വാച്ചിൻ്റെ ബോക്സ്, ഷെൽഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാളെ നമുക്ക് ക്ലീനിങ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.